ഹായ് ഫ്രണ്ട്സ്, ഞാനേ ഇപ്പോൾ പഞ്ചാബിലെ മൊഹാലി എന്ന് പറയുന്ന പിന്നെ ഡിസ്ട്രിക്റ്റിലാണേ. ഇപ്പോൾ അത് പഞ്ചാബിലെ മൊഹാലിയിൽ ഞാൻ വർക്കൗട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഒരു രസകരമായ കാഴ്ചയുണ്ട്. അത് നിങ്ങൾ കാണേണ്ടതാണ്. ഞാൻ വന്നിട്ട് 2 ദിവസമായി. ഇവിടെ പിന്നെ ഇതൊരു 3 സ്റ്റാർ ലെവലിലുള്ള നല്ല സ്റ്റാൻഡേർഡ് ഹോട്ടലാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിച്ചു. അപ്പോൾ കഴിച്ചപ്പോൾ അവരുടെ ഫുഡിൻ്റെ ഒരു മെനു കണ്ടിട്ട് അതിലൊരു ചെറിയ അവർ തന്നെയാണ് കോംപ്ലിമെൻ്ററി ഇഷ്ടമുള്ള പറഞ്ഞാൽ മതി ഫുഡ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒരു രസകരമായ കാഴ്ചയുണ്ട്. രസകരം എന്ന് പറഞ്ഞാൽ വളരെ രസകരമാണ്. അതായത് നമുക്ക് മലയാളി അല്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ ഒരു വിലയും ഇല്ലാത്ത നമ്മൾ നിസ്സാരം പോലെ കാണുന്ന ചില സാധനങ്ങളുടെ ഡിമാൻഡ്, ക്വാളിറ്റി, അത് എന്ത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചില്ല. ഇതാ നോക്കിക്കേ, കണ്ടോ? ഇത് നിങ്ങൾക്ക് അറിയോ എന്താണെന്ന്? നോക്കിക്കേ, ശ്രദ്ധിച്ച് നോക്കിക്കേ. നമ്മുടെ നാട്ടിലെ കപ്പയ്ക്ക, അതായത് പപ്പായ, അതായത് തൊടിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറകിലോ ഫ്രണ്ടിലോ വിളയിലോ ഒക്കെ വെറുതെ നിന്നിട്ട് പൊടിച്ചു വരികയും നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചു പോണ സാധനം. നോക്കിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ നമ്മുടെ നാട്ടിലെ തൊടിയിലെ വൈറ്റമിൻ ആഹാരങ്ങൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് നോക്കിയ ബ്രേക്ക്ഫാസ്റ്റിന് വന്നിരിക്കുന്ന സാധനമാണ്. അതായത് ഫ്രൂട്ട് സലാഡ് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഫ്രൂട്ട് സലാഡ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയേ, നമ്മുടെ നാട്ടിലെ പപ്പായ പഴുത്തതാണ്. ഇത് ഞാൻ നിങ്ങൾ കാണേണ്ടതെന്ന് പറഞ്ഞാൽ പ്രധാന കാര്യം എന്തെന്നറിയോ? നമ്മുടെ നാട്ടിലൊക്കെ ഇതെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്ത് ബേക്കറി ഐറ്റംസ്, ബേക്കറിയുടെ കളിയാണ് ഇപ്പോൾ. ബേക്കറിയുടെ കളിയെന്ന് പറഞ്ഞാൽ എൻ്റെ നാട് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കച്ചവടം നടക്കുന്നത് ഹോട്ടലിലെങ്ങാനും ബേക്കറിയിലാണ്. പക്ഷെ നമ്മൾ ബർഗറിലോട്ടും എന്ത് പറയണം സാൻഡ്വിച്ചിലോട്ടും മറ്റ് കാര്യങ്ങളിലോട്ട്, അതായത് ഇത്തരം ഫുഡുകളിലോട്ട്, ജങ്ക് ഫുഡിലോട്ട് മാറിയപ്പോൾ വലിയ വലിയ ആൾക്കാർ നിങ്ങൾ നോക്കി, വലിയ വലിയ ഹോട്ടലുകൾ അവർ താഴോട്ട് വന്നിട്ട് നമ്മുടെ നാട്ടിലെ നോർമൽ ഫുഡ് പർച്ചേസ് ചെയ്തിട്ട് അവരെ ഫുഡിൻ്റെ കൂടെ കഴിക്കുകയാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റിലെ വരെയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മളെ നാട്ടിൽ എല്ലാ വൈറ്റമിൻ സാധനങ്ങളും, നമ്മുടെ നാട്ടിലെല്ല എല്ലായിടത്തും കേരളത്തിലുടനീളം എല്ലാ വൈറ്റമിൻ സാധനങ്ങളും കിട്ടുമ്പോൾ നമ്മളത് തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ ഏത് ഫുഡിൻ്റെ പുറകെ പോകണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏത് ഫുഡിൻ്റെ പുറകെ പോകണേ? ഏറ്റവും ആധുനികം അതായത് സായിപ്പിൻ്റെ ഫുഡെന്ന് നമ്മൾ ധരിക്കുകയും മീൻസ് എല്ലാം ബന്ന് പോലത്തെ പരിപാടി. അതായത് ഒന്ന് ബ്രെഡ്, അല്ലെങ്കിൽ എന്താ പറയുക, എഗ് ആൻഡ് റോള്, പിന്നെ ബർഗറ്, പിന്നെ ഇങ്ങനെയുള്ള ജങ്ക് ഫുഡിൻ്റെ പറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോപ്പിലോട്ട്, അതായത് നമ്മൾ ടോപ്പിൽ നിന്ന് ധരിക്കുന്നവർ നേരെ താഴോട്ട് വന്നിട്ട് വൈറ്റമിൻ ഫുഡ് പർച്ചേസ് ചെയ്യണം നാട്ടിൽ. അതാണ് അവരെ ബ്രേക്ക്ഫാസ്റ്റിലേ ഉൾപ്പെടുത്തുന്നത്. അത് കണ്ടിട്ടാണ് ഞാൻ മൊബൈൽ എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ മൊബൈൽ റൂമിലായിരുന്നു. ഇത് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൽ വന്നപ്പോൾ മിക്സഡ് ഫ്രൂട്ടിൽ വന്നപ്പോഴത്തേക്കും ഞാനിത് എടുത്ത് കഴിച്ചിട്ടാണ് ഞാനിത് വീഡിയോ ചെയ്യണത്. ഇവിടെ ഇപ്പോൾ പൊറാട്ട, മീൻസ് ഗോതമ്പിലുള്ള നമ്മളെ പൊറോട്ടയല്ല, ഗോതമ്പിലെ പൊറോട്ടയൊക്കെയാണ് ഇവിടെ മെയിൻ. അപ്പോൾ ഞാൻ ഫുഡും സലാഡും ഒക്കെയാണ് വാങ്ങിയത്. സലാഡും സാൻഡ്വിച്ചും ഒക്കെയാണ്. കാരണം ഇന്നലെ ഇവിടുത്തെ മറ്റു ഫുഡ് കഴിച്ചതുകൊണ്ട് ഇന്ന് ഇവിടുത്തെ ഫുഡായതുകൊണ്ട് ഈ ഫുഡൊക്കെയാണ് വാങ്ങിയത്. പക്ഷേ ഈ ഫുഡിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ അറിവ് എത്ര താഴോട്ട് പോകുന്നു, എന്തുമാത്രം നോളജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവകാശപ്പെടുകയാണ് കേരളം. വിദ്യാഭ്യാസം എല്ലാം ടോപ്പിൽ, കഴിക്കുന്ന ഫുഡൊക്കെ അൺഹെൽത്തി. അത് ഹെൽത്തി എന്നല്ല പറയുന്നത്, പക്ഷെ അത് റെഗുലർ ഭക്ഷണത്തിന് നമുക്ക് ആവശ്യമില്ല. തണുത്ത നാടുകളിൽ അത് കഴിക്കുന്നത് അവർക്കത് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാതെ വഴിയുള്ളൂ, വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. എവിടെ എന്ത് വലിച്ചെറിഞ്ഞാലും പൊടിച്ചിട്ട് അതിൽ ഏറ്റവും നല്ല ഫ്രൂട്ട് വരും. ആ ഫ്രൂട്ടിനെ നമ്മളെടുത്ത് ആർക്കും വേണ്ടാതെ കളയും. പക്ഷേ നമ്മൾ കളയുകയോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാറില്ല, അല്ലെങ്കിൽ ചന്തയിൽ കൊണ്ടുപോയി മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് വേറെ ആരെങ്കിലും ഉപയോഗിക്കണതാണ് കണ്ടത്. പക്ഷേ ഇവിടുത്തെ വ്യത്യാസം കണ്ടോ? ഞാൻ ഈ വ്യത്യാസം നിങ്ങളെ കാണിക്കുന്നതാണോ? ഞാനിപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ചായ നല്ല ചായയാണ് കേട്ടോ. ചായ അല്ല, ഇവിടുത്തെ ഫുഡൊക്കെ കുഴപ്പമൊന്നുമല്ല. സ്റ്റാർ ഹോട്ടലിൽ
സ്റ്റാർ ഹോട്ടലിൻ്റെതായ ഫുഡാണ് കിട്ടുന്നത്. ഞാൻ ഇന്നലെ പുറത്തുനിന്നും ഫുഡ് വാങ്ങിയിരുന്നു. അവർ സ്പൈസൊന്നും ഇവിടെ ഉള്ളവർ അധികം ഉപയോഗിക്കില്ല. ഇവർക്ക് പൊതുവേ കാടിലുള്ള പനീറൊക്കെയാണ് പ്രധാനം. ഞാൻ ഇത്തിരി റൈസ്, ചിക്കൻ, ഇങ്ങനെ കാടൊക്കെയാണ് വാങ്ങിയത്. അതും ഒന്നിൽ സ്പൈസ് അധികം വരില്ല. നമ്മൾ നന്നായിട്ട് എരിവ് കഴിക്കും. പക്ഷേ ഇവരാരും ഇവിടെ എരിവുള്ള ഫുഡേ അന്വേഷിച്ചിട്ട് കിട്ടിയിട്ടില്ല. ശകലം പോലും എരിവുണ്ടാവില്ല, വളരെ കുറച്ച്. അതായത് എരിവ് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരെ ഓപ്പോസിറ്റ്. ആ വ്യത്യാസമാണ് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത്. എന്നിട്ട് നമുക്കെടുത്ത് നോക്കി ഫുഡൊക്കെ എല്ലാം ഒരു ഗോതമ്പ് റെഫറിങ് ആണ്, അല്ലാതെ മൈദ റെഫറിങ് ഇല്ല. പിന്നെ ഈ സാൻഡ്വിച്ചൊക്കെ മൈദയിലാണല്ലോ പറഞ്ഞത്, ഗോതമ്പിലുള്ളത് കുറവാണ്. പക്ഷേ ഇവിടുത്തെ പൊറോട്ടയും എല്ലാം തന്നെ പക്ക ഗോതമ്പാണ്. എല്ലാ ഫുഡും കൊള്ളാം, മോശമല്ല. പക്ഷെ അവരുപയോഗിക്കുന്ന ഫുഡിൻ്റെ രീതിയാണ്. നമ്മൾ വിദ്യാഭ്യാസം ഇത്രയും എന്തുമാത്രം ടോപ്പിലോട്ടെത്തി. നമ്മുടെ നാട്ടിലൊക്കെ ചുറ്റും വളർന്ന എന്താണ്, കംപ്ലീറ്റ് വളർന്ന ജങ്ക് ഫുഡാണ്. ജങ്ക് ഫുഡിൻ്റെ ഒരു കളിയാണ്. സ്കൂളിലായാലും വീടുകളിലായാലും പുറത്തിറങ്ങി കഴിക്കണായാലും അതൊരു ലിമിറ്റില്ലാതെയാണ് കഴിക്കുന്നത്. നമ്മൾ അത്യാവശ്യം ഹെൽത്തി ഫുഡ് എടുത്തതിന് ശേഷം ആഴ്ചയിൽ 1-2 ദിവസം ജങ്ക് ഫുഡ് എന്തെങ്കിലും കഴിച്ചാൽ ഒരു രുചിക്ക് വെറൈറ്റിക്ക് വേണ്ടി കഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, സ്റ്റാർ ഹോട്ടലിൽ കംപ്ലീറ്റ് നമ്മളെ കൈതച്ചക്കയും ഇതുപോലെ പപ്പായയും അത്തിച്ചക്കയും നമ്മളെ നാട്ടിൽ കിട്ടുന്ന ചക്ക, അതായത് വരിക്കച്ചക്ക, കൂഴച്ചക്ക, ചക്ക അവിയൽ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് ഇടയാണ്. സ്റ്റാർ ഹോട്ടലിൽ സ്പെഷ്യൽ സാധനമാണത്. നമ്മുടെ കൂടിയ പ്രോൺസൊക്കെ കൊടുക്കുമ്പോൾ, അതായത് കൂടിയ ക്രാബ്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല, വളരെ കൂടിയ ട്യൂണ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കൊടുക്കുമ്പോൾ, അതായത് ഹെവി ഫിഷൊക്കെ കൊടുക്കുമ്പോഴാണ് ഇവരിത് സർവ് ചെയ്യണത്. ആ വ്യത്യാസമാണ് പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഞാൻ ചോദിക്കട്ടെ, നമ്മളെന്താണ്, എന്ത് ജീവിതമാണ് നാട്ടിൽ നയിക്കുന്നത്? അതായത് 10-ൽ 3 പേർക്ക് ക്യാൻസർ ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അത് എന്തുകൊണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങോട്ടൊക്കെ 10-ലല്ല 100-ൽ 2 പേർക്ക് പോലും ക്യാൻസർ ഇല്ല. പഞ്ചാബിൽ മുമ്പ് ഇത്തിരി കൂടുതലായിരുന്നു, കാരണം ഇവർ നിറച്ച് വളം ഉപയോഗിക്കുമായിരുന്നു. അതിൻ്റെ ദോഷം ഇവരിപ്പോൾ അറിഞ്ഞിട്ട് ഇവരതെല്ലാം കുറച്ചിട്ടുണ്ട്. എന്നിട്ട് ഫുഡൊക്കെ മാറിയ മാറ്റം നോക്കണേ. അതായത് അതാണ്ടാണ് നമ്മുടെ ചക്കയ്ക്കൊക്കെ ഇപ്പോൾ പുറത്ത് ഭയങ്കര ഡിമാൻഡായത്. അതായത് നിങ്ങൾ നോക്കിയോക്കണം, 1 കിലോ ചക്ക പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ ഇന്ത്യൻ മണി 2500-3000 രൂപ കൊടുക്കണം. അതേ സ്ഥലത്ത് അവിടെ ഒരു ഫുൾ ബോട്ടിൽ സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് വാങ്ങണമെങ്കിൽ 1000 രൂപയുള്ളൂ. ഇതാണ് നമ്മൾ കേരളത്തിൽ നിങ്ങൾ നോക്കിക്കൂടാ, നല്ലൊരു സ്റ്റാൻഡേർഡ് മദ്യം വാങ്ങണമെങ്കിൽ 3000 രൂപ 4000 രൂപ കൊടുക്കണം. ഇവിടെ അതേ സാധനത്തിന് 600 രൂപ വിലയില്ല. അത് ഞാൻ എൻ്റെ ഇതിലിട്ടിട്ടുണ്ടേ, ഞാൻ എൻ്റെ ചാനൽ, പ്രപഞ്ച ചാനലിൽ അത് ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ മദ്യമൊക്കെ എല്ലായിടും അവൈലബിൾ ആണ്. ഞാനിത് പറഞ്ഞ് എല്ലായിടത്തും അവൈലബിൾ ആണ്. എല്ലാ പെട്ടിക്കടയിലും, എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാം അവൈലബിൾ ആണ്. ഇന്നടത്തൊന്നുമില്ല, ഇപ്പം എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ്. അതൊന്നും വാങ്ങാൻ ഇവിടെ ആരുമില്ല. പക്ഷെ അതേ സ്ഥാനത്ത് ഇവിടെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഡിമാൻഡ് കംപ്ലീറ്റ് നമ്മുടെ നാട്ടിലെ ചക്കയ്ക്കും പപ്പായയ്ക്കും നാട്ടിൽ നിന്ന് കയറ്റി കൊടുത്ത അത്തിച്ചക്കയ്ക്കൊക്കെയാണ്. ഇത് നമ്മുടെ കൈതച്ചക്ക, പിന്നെ പൈനാപ്പിളിനൊക്കെ, ഇതിനൊക്കെ നല്ല ഡിമാൻഡ്. അത് നമ്മൾ ഇന്ത്യക്കകത്ത് പോലും. പുറത്തുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2500-3000 രൂപ വില പോകണം. എല്ലായിടത്തും VIP ഇടത്ത് നമ്മൾ കളഞ്ഞ ഭക്ഷണം ഇടം പിടിക്കുകയും VIP കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഭക്ഷണമെല്ലാം നമ്മുടെ സാധാരണക്കാരൻ്റെ വീട്ടിലോട്ട് ഇടം പിടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ഇത് അറിവാണോ, തിരിച്ചറിവാണോ, തിരിച്ചറിവില്ലായ്മയാണോ, അറിവ് നേടിയിട്ട് വിവരമില്ലായ്മയാണോ എന്തെന്ന് വെച്ചാൽ പ്രേക്ഷകരെ നിങ്ങൾ തീരുമാനിക്കൂ. എനിക്കിതിനകത്തൊന്നും പറയാനില്ല. നമുക്ക് ഞാനിരിക്കുന്ന ഹോട്ടലുണ്ടോ, ഇതാണ് ഇതിൻ്റെ ക്യാൻറ്റീനാണത്. രാവിലെ ആരുമില്ല, നമ്മുടെ റൂമിൽ താമസിക്കുന്നവരാണ് ഇവിടെ രാവിലെ ഉണ്ട്. പിന്നെ ബാറാണ് ഇതിൻ്റെ കൂടെ ചേർത്ത്, അറ്റാച്ച്ഡ് ബാറ് നൈറ്റാണ്. അതായത് ആഫ്റ്റർനൂൺ മുതൽ നൈറ്റ് ഫുള്ളുണ്ട്. അവിടുത്തെ ഭക്ഷണത്തിൻ്റെ കാര്യമാണ് ഞാനിതാ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കണ്ടല്ലോ, ഇത് രസകരമായിട്ട് എൻ്റെ നാട്ടിലെ എൻ്റെ പ്രേക്ഷകരെ, സ്കൂളിലെ ടീച്ചേഴ്സ്, വീട്ടിലെ രക്ഷകർത്താക്കൾ, വലിയ വലിയ സ്ഥാനമാനങ്ങളിലിരിക്കുന്ന മിടുക്കന്മാർ, PhD ധാരാളം എടുത്ത അണ്ണന്മാർ, ചേച്ചിമാർ, ചേട്ടന്മാർ, എനിക്കൊന്നും പറയാനില്ല. പിന്നെ നാട്ടിലെ മിടുക്കരായ ഡോക്ടർമാർ, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ എല്ലാം ഒരു ടോപ്പിലെന്നാണ് പറയണത്. ഈ നാട്ടിൽ നമ്മൾ വേണ്ടാത്ത ഭക്ഷണം VIP എടുക്കുകയും VIPക്ക് വേണ്ടാത്ത ഭക്ഷണമാണ് ഇപ്പം നമ്മൾ കഴിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ ഇവിടെ കാണിച്ചു തരികയാണ്. പിന്നെ നല്ല നല്ല ഡീലിങ്സൊക്കെയാണ് കേട്ടോ ഇവിടെ എന്ന് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ രസകരമായ വീഡിയോ ഒക്കെ, പല വീഡിയോ ഞാൻ ചെയ്യാറുണ്ട്. രസകരമായ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാം.
എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ കാണിച്ചു തരും. ഞാൻ ഫുഡ് കഴിച്ചു അല്ലെങ്കിൽ ഞാൻ സാൻഡ്വിച്ചൊക്കെ കാണിച്ചു തരുന്നു ഇവിടുത്തെ. അതിനകത്ത് ഫ്രൂട്ടാണ്. രസമാണ്. നമ്മൾ അകത്തിട്ട് നാട്ടിൽ സാൻഡ്വിച്ചിനകത്ത് മുട്ട വെച്ച് കഴിക്കുമ്പോൾ ഇവരതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ക്യാരറ്റ് പിന്നെ ബീട്രൂട്ട് എന്തോ ചെറുതായിട്ട് എന്തോ ചെയ്തെടുത്തിട്ട് പിന്നെ അതിനകത്ത് വേറെ കുറേ വെജിറ്റബിൾസ് ഇതിനെ ഒരു പ്രത്യേക രീതിയിൽ പാചകം ചെയ്തിട്ട് മയോണീസ് പോലെ എന്തോ ഒരു ചെറിയ ക്രീമും കൂടെ ചേർത്തിട്ടാണ് ബ്രെഡ് കൊണ്ടുവച്ചിട്ട് തന്നിരുന്നത്. എന്നിട്ടത് ഒരു ഭയങ്കര വൈറ്റാണത്. അത് അതിനകത്തിരിക്കുന്ന സാധനമാണ് ഞാൻ പറഞ്ഞത്. നമ്മളാണെങ്കിൽ അതിനെല്ലാം തൂത്ത് അതെല്ലായിടത്തും വെളിയിറങ്ങി. ഇപ്പോൾ വെളിയിലിറങ്ങിയിട്ട് കഴിക്കുന്നത് കംപ്ലീറ്റ് അതിനകത്ത് നല്ല വേവിച്ച മുട്ട അല്ലെങ്കിൽ കുറേ ഇറച്ചി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഇതാണ് നമ്മൾ കഴിക്കുന്നത്. ഞാൻ വ്യത്യാസം ഞാൻ ആ സാൻഡ്വിച്ച് കാണിച്ചു തരേണ്ട കാര്യമില്ല. നിങ്ങളതൊക്കെ നിങ്ങൾക്കും കാണുന്നതൊക്കെ തന്നെ എല്ലായിടത്തും കാണുന്നുണ്ട്. ഞാൻ പിന്നെ ഈ പപ്പായ കണ്ടതുകൊണ്ട് മാത്രം ഞാൻ റൂമിൽ പോയിട്ട് മൊബൈൽ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് നിങ്ങളെ കാണിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ചിന്തിക്കും, നമ്മളെ നാട്ടിൽ എന്ത് വലിച്ചെറിഞ്ഞാലും പൊടിക്കുന്ന ധാരാളം എല്ലാ അവൈലബിലിറ്റി ഉള്ളൊരു നാടാണ് കേരളം. അതായത് എല്ലാ സ്ഥലത്തും എന്തും ഉണ്ടാവും. ഈ സ്ഥലത്ത് വിളയുന്ന നല്ല സാധനങ്ങൾ വീട്ടിൽ കഴിച്ച് അസുഖങ്ങൾ അളവ് കുറയ്ക്കും. അല്ലെങ്കിൽ ലോകത്തിപ്പോൾ ഏറ്റവും കൂടുതൽ മെഡിക്കൽ സ്റ്റോർ ഉള്ളത് കേരളത്തിലാണ്. 25,000 കഴിഞ്ഞു, 27,000 മെഡിക്കൽ സ്റ്റോറുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാൻസർ അടക്കം പലതിനും ഹോസ്പിറ്റലുള്ളതും കേരളത്തിലാണ്. അപ്പോൾ പറയും നമ്മൾ ഡെവലപ്പ് ആയതുകൊണ്ട് വന്നതാണ്. പക്ഷേ നമുക്ക് അമിതമായിട്ട് ഹോസ്പിറ്റൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഡെവലപ്പിൻ്റെ ഭാഗമാണോ? അല്ലല്ലോ. അമിതമായിട്ടൊരു ഹോസ്പിറ്റൽ പറഞ്ഞെങ്കിൽ ഹോസ്പിറ്റൽ നടത്തി കൊണ്ടുപോകാൻ ചിലവില്ലേ? പ്രൈവറ്റ് ഹോസ്പിറ്റലിലേ കൂടുതൽ. അപ്പോൾ അവിടെ അത്രയും രോഗികൾ വേണ്ടേ? ആ രോഗികൾ കൂടിയാലല്ലേ ഇത്രയും ഹോസ്പിറ്റൽ ഇവിടെ ആവശ്യമുള്ളൂ. അതുപോലെ ധാരാളം മരുന്ന് തിന്നാലല്ലേ 25,000-27,000 മെഡിക്കൽ സ്റ്റോർ നമുക്ക് ആവശ്യമുള്ളൂ. അതായത് ഞാൻ ചെറിയ രീതിയിൽ മരുന്നടക്കം വിൽക്കുന്ന ചെറിയ കടകളെ അടക്കമാണ് പറഞ്ഞത് കണക്കനുസരിച്ച്. അല്ലാതെ സ്ട്രോങ് മെഡിക്കൽ സ്റ്റോർ തന്നെ 10,000-ഓളം ഉണ്ട്. ഇത് ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ബോഡിയുടെ ഹെൽത്തൊക്കെ നമ്മൾ കൂട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിലെ നാച്ചുറൽ ഭക്ഷണം എടുക്കുക. അല്ലെങ്കിൽ അതെല്ലാം VIP അടുത്ത് കയറും. ചക്ക നമ്മൾ വലിച്ചെറിയും. അതിലാക്കിയിട്ട് 1 കിലോ 500 രൂപ മുതൽ 2,500 രൂപയ്ക്ക് 3,000 രൂപയ്ക്ക് വിറ്റ് കാണിക്കും. എന്നിട്ട് അത് VIP ഭക്ഷണ മേശയിൽ വരും. ഇതെല്ലാം ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞു തരണതാണ്. ഇത് രസകരമാണ്. നിങ്ങളുടെ വീട്ടിൻ്റെ ചുറ്റും നിങ്ങൾക്ക് വേണ്ട ഹെൽത്തി ഫുഡ് ചുറ്റുമുണ്ട്. അവോയ്ഡ് ചെയ്യാതിരിക്കും. അത് അത്യാവശ്യമെങ്കിലും എടുത്ത് ഉപയോഗിക്കും. അത്യാവശ്യം എടുത്ത് ഉപയോഗിച്ചാൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നമ്മളിപ്പോൾ 10-ൽ 3 പേര് ക്യാൻസറിലോട്ട് പോകണമെന്ന് മാറി ഒരു 100-ൽ 5 പേര് ആക്കി മാറ്റാൻ പറ്റും. പിന്നെ ഷുഗർ കേരളത്തിൽ ഇപ്പോൾ പിള്ളേർക്കടക്കം ഭയങ്കര ഷുഗറാണ്. എന്തുകൊണ്ട് വേണ്ടത്? ഒന്ന് നമ്മുടെ വെള്ളക്കോഴി ഇറച്ചി കഴിക്കൂ. രണ്ടാമത് എന്താണ്, ഈ പ്രധാന ഭക്ഷണമൊക്കെ ഒഴിവാക്കി ഇതുപോലെയുള്ള ഫുഡ് കഴിക്കും. പഴയ കാലത്ത് അമ്മമാർ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴത്തേക്കും ഇത്തരം ഫ്രൂട്ട്സും അതും ഇതുമൊക്കെ കഴിച്ചിരുന്ന സ്ഥാനം, നാട്ടിൽ നാച്ചുറൽ ഫുഡ് കൂടെ കഴിച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് അമ്മമാർ കഴിക്കുന്നതൊക്കെ തന്നെയും ജങ്ക് ഫുഡാണ്. പിന്നെ അതിൽ നിന്ന് ജനിച്ചുകൊണ്ട് കുട്ടിക്ക് എങ്ങനെ ഷുഗർ വരാതിരിക്കും? കുട്ടിക്ക് കിഡ്നി തകരാറ് വരാതിരിക്കും വളരെ വേഗം. കരളിന് സംബന്ധമായ പ്രശ്നങ്ങൾ വരാതിരിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇത്തരം രോഗങ്ങളൊക്കെ ഉണ്ട്. ഒരു പരിധിയില്ല 90% നമ്മൾ വലിച്ചു വരുത്തുന്നതാണ്. വളരെ റയറായിട്ടേ അല്ലാതെ ഉണ്ടുള്ളൂ. പ്രത്യേകിച്ച് ഷുഗർ പോലെയുള്ള രോഗങ്ങളധികം. അല്ലാതെ ഒരു ഈശ്വരനും നിങ്ങൾക്ക് അസുഖങ്ങളൊന്നും നിങ്ങളുടെ ബോഡി വന്നത് മാറ്റിത്തരാനൊന്നും പറ്റൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അസുഖം വന്നാൽ ചികിത്സിക്കേണ്ടി വരും. അസുഖം വരാതിരിക്കാനൊക്കെ നോക്കൂ. സാഹചര്യമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. വളരെ പാവപ്പെട്ട ആഹാരം കഴിക്കാൻ ഇല്ലാത്തവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അവർക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിലോട്ട് ഉയരട്ടെ, അധ്വാനിച്ചുകൊണ്ട് അവർ എത്രയും ഉയരട്ടെ. ശ്രദ്ധിക്കുക, എന്താണ് ലോകം മാറണതെന്ന് ഞാൻ എൻ്റെ പ്രേക്ഷകർ നിങ്ങൾ ആലോചിക്കണം. ടെക്നോളജിയുടെ ഏറ്റവും വലിയ ടോപ്പിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിവിൻ്റെ ഏറ്റവും വലിയ ടോപ്പിലോട്ടാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അവസ്ഥ ഇതെല്ലാം നേടിയിട്ട് നമ്മളെ അവസ്ഥ എന്ത്? ഇത് മനസ്സിലാക്കി ബാക്കിയുള്ളൊരു എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു. താല്പര്യമുള്ളവർ നൊബക് പ്രപഞ്ച ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒരു ചാനലുണ്ട് നൊബക്. എന്നിട്ട് എന്നെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഭായ്. പഞ്ചാബിലെ മൊഹാലിയിൽ നിന്നും നൊബക് സോളോ.